രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം. ധർമ്മപദം കാണാൻ വന്നിരിക്കുന്ന ഉന്നത നിലവാരം പുലർത്തുന്ന നിങ്ങളെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധർമ്മപദം 15ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വീഡിയോയിൽ തന്നെ ഓരോ ദിവസവും നമുക്ക് എന്തെല്ലാമാണ് ഉള്ളത് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ്, ജ്യോതിഷം ഇതെല്ലാം ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടുകൊള്ളുക. നമുക്ക് പ്രാർത്ഥിച്ച് വീഡിയോയിലേക്ക് കടക്കാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചെടുക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് ഈ ധർമ്മപദം 15ാമത്തെ എപ്പിസോഡ് തികയ്ക്കാൻ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ തന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. നിങ്ങൾ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, കാണണം. അപ്പോൾ നമുക്ക് ധർമ്മപദം ആരംഭിക്കാം. ബുദ്ധൻ പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം,
പുഷ്പങ്ങളെ ശേഖരിക്കുന്നവനെ മരണം കീഴടക്കുന്നു. റോഡിലുള്ള വണ്ടി പോകുന്ന സൗണ്ടാണ്. പുഷ്പങ്ങളെ ശേഖരിക്കുന്നവനെ മരണം കീഴടക്കുന്നു. അലയുന്ന ചിന്തകളും ദാഹാർത്ഥമായ ഇന്ദ്രിയങ്ങളുമായി ലൗകിക സുഖങ്ങളിൽ സന്തുഷ്ടി തേടി അവൻ വൃഥാ വലയുന്നു. മരണം അവനെ കൊണ്ടുപോകുന്നു. ഉറങ്ങുന്ന ഗ്രാമത്തെ പ്രളയം തുടച്ചു നീക്കുന്നത് പോലെ. അപ്പോൾ ഓർമ്മിക്കണം, അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിയായ മാർഗം കാണിച്ചു തരുന്ന ഒരു അത്യുന്നതനായ ദൈവമാണ് ബുദ്ധൻ. ബുദ്ധനെ പോലെ ഇത്ര കൃത്യമായിട്ട് മോക്ഷത്തിലേക്കുള്ള മാർഗം നമുക്ക് ഒരു ദൈവവും പറഞ്ഞു തന്നിട്ടില്ല. മറ്റു പലരും നമ്മളെ ഭക്തിയുടെ പേരിൽ കബളിപ്പിക്കുമ്പോൾ ബുദ്ധൻ മാത്രമാണ് ദൈവവും ഭക്തിയും എല്ലാം മാറ്റിവെച്ച് ഏത് മതക്കാർക്കും മോക്ഷം കിട്ടാൻ തക്കവണ്ണമുള്ള ഒരു യഥാർത്ഥ സത്യം നമുക്ക് പറഞ്ഞു തരുന്നത്. സാക്ഷാൽ ശ്രീബുദ്ധന് ബോധോദയം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ട എന്നാണ് തീരുമാനിച്ചത്. അദ്ദേഹം അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. ദേവന്മാർ വരികയും ദേവന്മാർ ബുദ്ധനോട് കെഞ്ചി പറയുകയും ചെയ്തപ്പോൾ ബുദ്ധൻ പറഞ്ഞത്, ഞാൻ ഈ പറയുന്നത് അവർക്ക് മനസ്സിലാകില്ല, ഞാൻ എത്ര പറഞ്ഞാലും അവരതിനകത്ത് മുഴുകും. അപ്പോൾ ഒടുവിൽ ദേവന്മാർ പറഞ്ഞു, അങ്ങ് പറയുമ്പോൾ 1 കോടിയിൽ ഒരാൾക്കെങ്കിലും മനസ്സിലാകുമെങ്കിൽ അവൻ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദേവന്മാരുടെ നിരന്തര അഭ്യർത്ഥന പ്രകാരമാണ് ബുദ്ധൻ ഇറങ്ങിയത്. ഇപ്പൊ തന്നെ നോക്കേ, നമ്മുടെ ധർമ്മപദം കാണുന്ന പ്രേക്ഷകരുടെ എണ്ണം അത് എത്രയാണെന്ന് നോക്ക്. പക്ഷെ അത് സ്റ്റാൻഡേർഡ് ആൾക്കാരാണ്, നല്ല നിലവാരം പുലർത്തുന്നവരാണ്. അപ്പൊ ബുദ്ധൻ അറിയാം മോക്ഷം കിട്ടാൻ ഏറ്റവും വലിയ തടസ്സം എന്തെന്ന് ബുദ്ധൻ അറിയാം. ആ തടസ്സങ്ങളെ പല പല ഉദാഹരണങ്ങളിലൂടെ ആവർത്തിച്ചുറപ്പിക്കുകയാണ് ബുദ്ധൻ. അപ്പൊ ബുദ്ധൻ ഇവിടെ എന്താ പറയുന്നത്? പുഷ്പങ്ങളെ ശേഖരിക്കുന്നവനെ മരണം കീഴടക്കുന്നു. എന്താണ് പുഷ്പങ്ങൾ? ബുദ്ധൻ പുഷ്പങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തിനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങൾ. മനുഷ്യ മനസ്സിന് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്? പണം വേണം, അത് വേണം, അല്ലേ? പിന്നെ നമുക്ക് പ്രശസ്തി വേണം, ബഹുമാനം പിടിച്ചു പറ്റണം, സ്നേഹം കിട്ടണം. പിന്നെ ഇന്ദ്രിയ സുഖങ്ങൾ, നാവിൻ്റെ സുഖങ്ങൾ. ഇന്ദ്രിയ സുഖങ്ങളിൽ പ്രധാനമാണ് പുരുഷന് സ്ത്രീ സുഖം, സ്ത്രീക്ക് പുരുഷ സുഖം, ഭോഗസുഖങ്ങൾ. ഇതിനെയാണ് ബുദ്ധൻ പുഷ്പങ്ങൾ ശേഖരിക്കുന്നവൻ. നമ്മൾ ഓണത്തിന് അത്തപ്പൂ ഇടാൻ പൂ ഇങ്ങനെ ഇറുക്കും. അതുപോലെ ഒരു മനുഷ്യൻ അവൻ ജീവിക്കുന്നതിന് വേണ്ടി ആഗ്രഹങ്ങളാകുന്ന പൂക്കളെടുക്കും, ഇന്ദ്രിയ സുഖങ്ങളാകുന്ന പൂക്കൾ ഇറുക്കും. ബുദ്ധൻ പറയുന്നു, അവനെ മരണം അങ്ങ് കൊണ്ടുപോകും, അവൻ പോലും അറിയില്ല. ഇനി ഇവൻ എങ്ങനെ നടക്കുന്നതാണെന്നാ ബുദ്ധൻ പറയുന്നത്? അലയുന്ന ചിന്തകള്. എപ്പോഴും അവന്റെ ചിന്തകൾ അലഞ്ഞു നടക്കുകയാണ്, അല്ലേ? നിങ്ങളൊന്ന് കുളിക്കാൻ കയറുമ്പോൾ കുളിച്ചിട്ടിറങ്ങുന്നതിനകത്ത് വെച്ച് നിങ്ങളുടെ ചിന്തകൾ എത്ര വട്ടം അലഞ്ഞു നടക്കുന്നു? നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ ചിന്തകൾ അലഞ്ഞു നടക്കുന്നു. പിന്നെ ദാഹാർത്ഥമായ ഇന്ദ്രിയങ്ങൾ, അതാണ് കാമസുഖം, അതിനാഗ്രഹിക്കുന്നു. പിന്നെ നാവാണെങ്കിൽ രുചി ആഗ്രഹിക്കുന്നു. ആ രുചി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവൻ ജീവനുള്ള മൃഗങ്ങളെപ്പോലും കൊന്ന് മസാല പെരട്ടി രുചിയാക്കി ചെയ്യുന്നത്. സത്യത്തിൽ നിങ്ങൾ കോഴിയിറച്ചിയും ആട്ടിറച്ചിയും കഴിക്കുന്നു, ഇറച്ചിക്ക് യാതൊരു രുചിയുമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരാള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശവമില്ലേ? അത് മനുഷ്യനല്ല, ആരായാലും മരിച്ചാൽ ശവമാണ്. അപ്പം നിങ്ങൾ മട്ടണും ചിക്കനും അടിക്കുമ്പോൾ നമ്മൾ ഏതിനെ ഭക്ഷിക്കുകയാണ്? ശവത്തെ ഭക്ഷിക്കുകയാണ്. ഈ മട്ടണും ചിക്കനും ഒന്നും രുചിയില്ല. നിങ്ങളുടെ നാവിൽ കിട്ടുന്നത് അതിൽ ചേർക്കുന്ന മസാലയുടെ രുചിയാണ്. ആ നാവിൻ്റെ രുചിയിൽ അവൻ കിടന്ന് കറങ്ങുന്നു. ഇതാണ് ബുദ്ധൻ പറയുന്നത്. ദാഹാർത്ഥമായ ഇന്ദ്രിയങ്ങളുമായി ലൗകിക സുഖങ്ങളിൽ
സന്തുഷ്ടി തേടി അവനങ്ങനെ വൃഥാ വലയുന്നു. മരണം അവനെ കീഴ്പ്പെടുത്തുന്നു. ഉറങ്ങുന്ന ഗ്രാമത്തെ പ്രളയം തുടച്ചു നീക്കുന്നത് പോലെ ഒരു ഗ്രാമം, അവിടുത്തെ മനുഷ്യർ ഉറങ്ങിക്കിടക്കുകയാണ്. അവരൊന്നും അറിയുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ വെള്ളപ്പാച്ചിലിൽ അവരെല്ലാം പോകും. അങ്ങനൊരു ഗ്രാമം അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും നമ്മൾ അറിയില്ല. അതുപോലെയാണ് മനുഷ്യൻ. അവൻ യഥാർത്ഥ സത്യം മനസ്സിലാക്കാതെ, അവൻ യഥാർത്ഥ സത്യം എന്തെന്ന് മനസ്സിലാക്കാതെ ലൗകിക സുഖങ്ങളിൽ മുഴുകിക്കഴിയും. ലൗകിക സുഖങ്ങളിൽ മുഴുകിക്കഴിയുന്നവനെ ബുദ്ധൻ ഉറങ്ങുന്നവനെന്നാണ് വിളിക്കുന്നത്. കാമസുഖത്തിനും അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾ, ഭാര്യ, മക്കള്, അവരുടെ ഉന്നമനം, പണം, ഇങ്ങനെ ഓടി നടക്കുന്നവൻ. അലയുന്ന ചിന്തകൾ, കുളിക്കാൻ കയറുമ്പോൾ 1000 ചിന്ത, തിന്നാൻ കയറുമ്പോൾ 1000 ചിന്ത. ഇവനെയാണ് ബുദ്ധൻ ഉറങ്ങുന്നവനെന്ന് പറയുന്നത്. അവൻ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. പിന്നെ അവനെ ആരും അറിയത്തത് പോലുമില്ല. അങ്ങനൊരാൾ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ല. ബുദ്ധൻ പറയുന്നു, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ബാഹ്യലോകത്തിൽ സന്തോഷം അന്വേഷിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവനെ വിഡ്ഢി എന്നാണ് വിളിക്കുന്നത്. കാരണം ബാഹ്യലോകത്ത് നിന്ന് നിങ്ങൾക്കൊരിക്കലും സന്തോഷം ലഭിക്കില്ല. നോക്കൂ, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്തൊരു സന്തോഷം. പിന്നീടോ ആ കുഞ്ഞ് വളർന്നു വരുന്നതിനനുസരിച്ച് അവനെ കൊണ്ട് എന്തൊരു വിഷമമാണ് നിങ്ങൾക്ക്. എത്ര പേരാ പറയുന്നത്, എൻ്റെ മോടെ കല്യാണം നടക്കുന്നില്ല, എൻ്റെ മോൻ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു. ചിലർ പറയുന്നു മോൻ മദ്യം കഴിക്കുന്നു, ചിലർ പറയുന്നു മോൻ മയക്കുമരുന്നിനടിമ, ഈ മകൻ തന്നെ അമ്മയെ കൊല്ലുന്നു. നിങ്ങൾക്ക് ഒരിക്കലും ബാഹ്യലോകത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള സുഖങ്ങളും ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബാഹ്യലോകത്തിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഏതിൽ നിന്ന് അകന്നു നിൽക്കുന്നുവോ, അകന്നു നിൽക്കും തോറും അതിന് കൂടുതൽ സൗന്ദര്യമുള്ളതായിട്ടും അത് വേണമെന്നും തോന്നും. അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സൗന്ദര്യവും പോയി, അതിനോടുള്ള താല്പര്യവും പോയി. ഇതാണ് ലവ് മാരേജ് പരാജയപ്പെടുന്നതിൻ്റെ കാരണം. മനസ്സിലായില്ലേ? കാരണം സ്നേഹിക്കുന്ന സമയത്ത് പെണ്ണിനെ ഇഷ്ടാനുസരണം കയ്യിൽ കിട്ടുന്നില്ല, അകന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവളെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നും. അവക്കങ്ങ് ലോകത്തെ ഏറ്റവും വലിയ സുന്ദരിയാണെന്ന് തോന്നും. ഒടുവിൽ അവളെ വിവാഹം കഴിച്ച് അവളെ സ്വന്തമായി കഴിയുമ്പോൾ, അടുത്ത് കഴിയുമ്പോൾ അവൾക്ക് പണ്ടുള്ള സൗന്ദര്യം നമുക്ക് ഇപ്പം തോന്നത്തില്ല, പണ്ടത്തെ സ്നേഹം തോന്നത്തില്ല. അവളെ സ്വന്തമാക്കാൻ എന്ത് കഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോഴാകട്ടെ സ്വന്തമാക്കിയതിൽ വിഷമിച്ചു തുടങ്ങും. ഒരു സംതൃപ്തി നിങ്ങൾക്ക് വരില്ല. ഇത് തന്നെയാണ് അറേഞ്ച് മാരേജിലും. കല്യാണം കഴിച്ച് കുറച്ച് നാളത്തേക്കങ്ങ് ഭയങ്കര സന്തോഷമാണ്. കാരണം അതുവരെ അകന്നു നിന്നതാണ്. അത് കഴിഞ്ഞ് സ്വന്തമായി കയ്യിൽ കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്കതിലുള്ള താല്പര്യം മാറുന്നു. ഇപ്പം മമ്മൂട്ടി, മോഹൻലാല്, അങ്ങനെ പ്രശസ്തരായ ആൾക്കാര് നമുക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അയ്യോ അവരെ ഒന്ന് പരിചയപ്പെട്ടെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നിങ്ങൾ അവരുടെ ഒരു കാർ ഡ്രൈവർ ആയാൽ മതി, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരിൽ തോന്നിയ താല്പര്യം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അതാണ് ബാഹ്യലോകത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ബാഹ്യലോകത്ത് നിന്ന് എന്ത് ചെയ്യില്ല, നമുക്കൊരിക്കലും സന്തോഷം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. മനുഷ്യൻ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒന്നാണ് പ്രശസ്തി. ബുദ്ധൻ പറയുകയാണ്, പ്രശസ്തി, ബഹുമാനം ഇതെല്ലാം ഒരു ഭാരമാണെന്ന് അറിയുക. പ്രശസ്തി കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും കിട്ടുകയില്ല എന്നറിയുക. എന്തുകൊണ്ട്? ശ്രദ്ധിച്ചു കേട്ടോളണം. പ്രശസ്തി നിങ്ങൾക്കൊരു ഭാരമാണ്. ഇപ്പം മമ്മൂട്ടി, മോഹൻലാല് ഇവർക്കൊക്കെ പ്രശസ്തി ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? തനിക്ക് ഈ പ്രശസ്തി കിട്ടുന്നു, തന്നെ ജനങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, ഇപ്പം ആരാധകരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ജീവിക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ രാമക്ഷേത്രം വന്നല്ലോ. ആ രാമക്ഷേത്രത്തിൽ
പ്രതിഷ്ഠാ കർമ്മത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വരെ വന്നതാണ്. അതിന് മോഹൻലാലിന് ക്ഷണം കിട്ടി. മോഹൻലാൽ പോയോ? ഇല്ല. എന്തുകൊണ്ട് പോയില്ല? ആരാധകര്, മറ്റു വിഭാഗത്തിൽപ്പെടുന്ന ആരാധകര് അവരെന്ത് കരുതും? അവരെന്നിൽ നിന്ന് അകന്നു പോകുമോ? കണ്ടോ, സ്വന്തം ഇഷ്ടത്തെ കുഴിച്ചു മൂടി വെച്ചിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. വോൾട്ടയർ വളരെ പ്രശസ്തനായ, അതായത് വോൾട്ടയർ ആദ്യം ഒട്ടും പ്രശസ്തനല്ല. അപ്പോൾ വോൾട്ടയർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പ്രശസ്തിയാണ്. ഞാനങ്ങ് പ്രശസ്തനായിരുന്നെങ്കിൽ, ഞാൻ എവിടെ ചെല്ലുമ്പോഴും ആളുകളൊക്കെ എന്നെ തിരിച്ചറിയുന്നെങ്കിൽ. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം വോൾട്ടയർ പ്രശസ്തനായി. പിന്നീട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഈ പ്രശസ്തിയിൽ ഞാൻ ദുഃഖിതനാണ്. കാരണം എൻ്റെ എല്ലാ സ്വകാര്യതയും എനിക്ക് നഷ്ടമായി, എൻ്റെ എല്ലാ ഗാഠബന്ധങ്ങളും അപ്രത്യക്ഷമായി, എനിക്കെൻ്റെ പൂന്തോട്ടത്തിൽ അലസമായിട്ടൊന്നും ഉലാത്താൻ പോലും പറ്റുന്നില്ല. കാരണം ജനക്കൂട്ടം എന്നെ വളയുകയാണ്. ഒരിക്കല് ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞ് വോൾട്ടയർ തിരിച്ചെത്തുകയായിരുന്നു. സ്റ്റേഷനിൽ ഇറങ്ങിയ വോൾട്ടയറെ ആളുകൾ പിച്ച് ചീന്തുകയായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും വോൾട്ടയർ ഏറെക്കുറെ നഗ്നനായിരുന്നു. കാരണം ഫ്രാൻസിൽ ഒരു വിശ്വാസമുണ്ട്, പ്രശസ്തനായ ഒരാള് അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളും പ്രശസ്തരാകും. അപ്പോൾ വോൾട്ടയർ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വോൾട്ടയറിൻ്റെ ഉടുപ്പുകൾ എല്ലാവരും പിച്ചി എടുക്കാൻ മത്സരിച്ചു. അങ്ങനെ ഉടുപ്പ് കീറുന്നതിൻ്റെ ഇടയ്ക്ക് പലരുടെയും നഖങ്ങൾ കൊണ്ടു. ചിലർ ബ്ലേഡും ഒക്കെ വെച്ചല്ലേ വരയുന്നത്. അങ്ങ് വന്നപ്പോഴത്തേക്ക് ആകപ്പാടെ മുറിവുകളായിരുന്നു. അന്നത്തെ ദിവസം മുഴുവനും വോൾട്ടയർ കരഞ്ഞു. വോൾട്ടയർ പറഞ്ഞു, പ്രശസ്തനാകണം എന്ന് ഞാൻ ആഗ്രഹിച്ച ആ നിമിഷം ഞാനൊരു വിഡ്ഢിയായിരുന്നു. ആ നിമിഷത്തെ വോൾട്ടയർ ശപിച്ചു. വോൾട്ടയർ പറഞ്ഞു, ഇനി എനിക്ക് പ്രശസ്തനാകണ്ട. കുറെ കഴിഞ്ഞ് വോൾട്ടയർ എല്ലാത്തിൽ നിന്നും അകന്നതോടുകൂടി വോൾട്ടയറിന്റെ പ്രശസ്തി തീർന്നു. പ്രശസ്തി തീർന്നപ്പം ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അതാണ് പ്രശ്നം. ഒടുവിൽ വോൾട്ടയർ മരിച്ചപ്പോൾ ശ്മശാനത്തിലേക്ക് പോകാൻ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് 4 പറയാൻ പറ്റത്തില്ല, കാരണം അതിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ നായി, വളർത്തു നായായിരുന്നു. വേറെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പത്രത്തിൽ ഒരു കുഞ്ഞു വാർത്ത വന്നപ്പോഴാണ് ആളുകൾ വോൾട്ടയറെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇയാൾ ജീവിച്ചിരിപ്പുണ്ടില്ലേ? ഒന്നിനാലോചിക്കുന്നു. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറെ ആലോചിച്ചു നോക്കെ. സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന സമയത്ത് പുറത്തോട്ടിറങ്ങാൻ പറ്റുമോ? സച്ചിൻ 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 ആവേശം. സച്ചിൻ ഇപ്പൊ കളിയൊക്കെ നിർത്തി. ഇപ്പൊ സച്ചിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, റോട്ടിലൂടെ നടന്നു പോകാം, പഴയതുപോലെ ജനക്കൂട്ടമില്ല. ജനം ഒരു കൗതുകത്തിൽ പറയും, നമ്മുടെ സച്ചിൻ കണ്ടോ. അത്രയേ ഉള്ളൂ. നമ്മുടെ ബഹുമാന്യനായ കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇല്ലേ, അദ്ദേഹം അധികാരമൊക്കെ വിട്ടുപോയതിന് ശേഷം ബാംഗ്ലൂര് ചികിത്സയിലായിരുന്നപ്പോൾ ഒരു പള്ളിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ഇത് കണ്ടു. ആരുമില്ലായിരുന്നു. അപ്പോൾ ബുദ്ധൻ പറയുകയാണ്, മനുഷ്യ, നിനക്ക് മോക്ഷത്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് പ്രശസ്തിക്ക് വേണ്ടിയുള്ള കൊതി, ബഹുമാനം പിടിച്ചു പറ്റാനുള്ള കൊതി. അത് നിനക്ക് ആപത്താണ്. അതൊന്നും ശാശ്വതമല്ല. നിങ്ങൾ മറ്റൊരാൾ നിങ്ങളെ ബഹുമാനിക്കണം എന്ന് നിങ്ങൾ കരുതുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ബാധ്യതയാണ്. ഇപ്പം എന്നെ ഒരാൾ ബഹുമാനിക്കണം. ഇത് എൻ്റെ രാധേ ചാനൽ കാണുന്നവർ എന്നെ ബഹുമാനിക്കണം എന്നെനിക്ക് ആഗ്രഹം തോന്നിപ്പോയാൽ തീർന്നു. കാരണം പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്നെ ബഹുമാനിക്കാതെ ഇയാൾ കുഴപ്പക്കാരനെന്ന് പറയുമോ? പിന്നെ ഈ ചാനൽ കാണുന്ന നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആര് ജീവിക്കേണ്ടി വരും? ഞാൻ ജീവിക്കേണ്ടി വരും. ഇന്നത്തെ എല്ലാ പ്രശസ്തരും സത്യത്തിൽ ദുഃഖിതരാണ്. അവർക്ക് എന്താ പറയേണ്ടത്? അവർക്ക് ഈ ജീവിതം തന്നെ ഒരു ബാധ്യതയാണ്. നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ മുമ്പിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് മമ്മൂട്ടിയും മോഹൻലാലും തമിഴിൽ പോയ രജനീകാന്തും. ഇവർക്കൊക്കെ അവരുടെ ഭാര്യമാരുമായി റോഡിലൂടെ ഒന്ന് വിശാലമായി കൈകോർത്ത് പിടിച്ചു പോകാൻ പറ്റുമോ?
ഒന്ന് ബീച്ചിൽ പോയിരിക്കാൻ പറ്റുമോ? ഒരു സിനിമാ തിയേറ്ററിൽ ചെന്നിരുന്നൊരു സിനിമ കാണാൻ പറ്റുമോ? ഒന്നും പറ്റുന്നില്ല. അവരുടെ സ്വകാര്യത മൊത്തം നശിച്ചു. അതുകൊണ്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകുന്നത്. പിന്നെ മലയാളി ഇല്ലാത്ത സ്ഥലം ഉള്ളതുകൊണ്ട് അവിടെ ചെന്നാലും ഇവരെല്ലാവരും കാണും. എല്ലാം അത്രയേ ഉള്ളൂ. ഇന്ദിരാഗാന്ധി, നെഹ്റു, ഇപ്പം ആരാ ഓർക്കുന്നത്? ചരമദിനത്തിൻ്റെ അന്ന് ഓർക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ജന്മദിനത്തിൻ്റെ അന്ന് എവിടെയെങ്കിലും ഒരു ഫോട്ടോ വയ്ക്കും. അല്ലാതെ അവരൊക്കെ വിസ്മൃതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ലോകത്ത് സംതൃപ്തരായിട്ട് ആരുമില്ല. അപ്പൊ ബുദ്ധൻ പറയുന്നു, ഒന്ന് പണം, പ്രശസ്തി, ബഹുമാനം, ഇതിനു വേണ്ടിയുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക. രണ്ട്, പണം ഒന്നുമല്ല. നിങ്ങൾ ഓർമ്മിക്കുക, ദരിദ്ര രാഷ്ട്രത്തെക്കാൾ ആത്മഹത്യ ഏറ്റവും കൂടുതൽ നടക്കുന്നത് സമ്പന്ന രാഷ്ട്രത്തിലാണ്. ദരിദ്രന് കുറെ കൂടെ സുഖമുണ്ട്, സുഖമായി ജീവിക്കാം. പക്ഷേ സമ്പന്നൻ എന്ത് ബുദ്ധിമുട്ടുന്നു പണം കൊണ്ടെന്നറിയാമോ? ഇപ്പൊ അംബാനി നമ്മളെപ്പോലെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? അംബാനിയൊക്കെ സ്വന്തമായിട്ട് ബോഡി ഗാർഡുമായിട്ടാണ് നടക്കുന്നത്. കാരണം പുറത്തോട്ടിറങ്ങി ഒരുത്തൻ തട്ടിക്കൊണ്ടു പോയിട്ട് എനിക്ക് ഇത്ര കോടി വേണമെന്ന് പറയത്തില്ലേ. അദ്ദേഹത്തിന് പണം സത്യത്തിൽ ഒരു ബാധ്യതയാണ്. ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി അവരൊക്കെ ഒരു വിധം പണത്തിൻ്റെ ഒരു ജയിലിനകത്താണ് അവർ കഴിയുന്നത്. അവർക്ക് ബോഡി ഗാർഡ് വേണ്ട. ഈ വീട് വിട്ടാൽ ഇവിടെ, അതായത് വീട്ടിൽ തന്നെ ഹെലികോപ്റ്റർ. നമ്മൾ വിചാരിക്കും അയ്യോ വീട്ടിൻ്റെ മേളിൽ ഹെലികോപ്റ്റർ. അത് വേറൊന്നും കൊണ്ടല്ല, പുറത്തിറങ്ങി ധൈര്യത്തെ പോയി കഴിഞ്ഞാൽ ഇതേ കണക്കാ സംഭവം. വലിയ പാടാണ് ഇവർക്ക്. പണം ഒരു ബാധ്യതയാണ്. അപ്പൊ ബുദ്ധൻ പറയുന്നു, മനുഷ്യ, നീ ലൗകിക സുഖമെന്ന് കരുതുന്ന എന്തൊക്കെയാണോ, പണം അത് നിനക്കൊരു ബാധ്യതയാണ്. പ്രശസ്തി അത് നിനക്കൊരു ബാധ്യതയാണ്. ഇന്ദ്രിയ സുഖങ്ങൾ അതും നിനക്കൊരു വലിയ ബാധ്യതയാണ്. ഇന്ദ്രിയ സുഖത്തിന്റെ പേരിലാണ് സന്താനോൽപാദനം നടക്കുന്നത്. ഒടുവിൽ ആ സന്താനം തന്നെ ദുഃഖകരമായി മാറുന്നു എന്ന് മാത്രവുമല്ല, ആ ഇന്ദ്രിയ സുഖം പോലും ഓർമ്മിക്കുക, മനുഷ്യൻ, അതായത് സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടുമുള്ള ഇന്ദ്രിയ സുഖം അതുപോലും നൈമിഷികമല്ലേ? ആ ഇന്ദ്രിയ മൂർച്ച, രതിമൂർച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ഇണയോട് ആർക്കാണ് താല്പര്യം? ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഇന്ദ്രിയ സുഖത്തിനോടുള്ള താല്പര്യവും ഇല്ല. പിന്നെ മണിക്കൂറുകളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴാണ് പതുക്കെ താല്പര്യം വരുന്നത്. അതുകൊണ്ട് മനുഷ്യ, നീ ബാഹ്യലോകത്ത് സുഖമന്വേഷിച്ചു പോകരുത്. ബാഹ്യലോകത്തെ സുഖങ്ങളെ ബുദ്ധൻ പുഷ്പങ്ങളെന്ന് വിളിക്കുന്നു. ബാഹ്യലോകത്തെ പുഷ്പങ്ങളാണ് പ്രശസ്തി, പണം, ബഹുമാനം, ഇന്ദ്രിയ സുഖം, കാമം. ഇതൊക്കെ പിന്നെ ഏതാണ്? ബാഹ്യലോകത്തെ സുഖങ്ങളാകുന്ന പൂക്കളാണ്. ഇത് ശേഖരിക്കുന്നവൻ ആരോ അവനെ മരണം പെട്ടെന്ന് കൊണ്ടുപോകും. ആരാണോ ഇതിനോടൊന്നും ആസക്തിയില്ലാതെ ഇരിക്കുന്നവൻ അവനെ മരണത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അലയുന്ന ചിന്തകളുള്ളവനെ മരണം കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് ബുദ്ധൻ പറയുന്നു, നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഒരു ദിവസം നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. നിങ്ങൾ ഇന്ന് മരിച്ചാൽ നാളെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോടുള്ള ആ സങ്കടം കുറഞ്ഞു വരും. പിന്നെ കൊച്ചുമക്കളുടെ കാര്യം പറയണ്ട. നിങ്ങൾ മരിച്ചു 1 വർഷം കഴിയുന്നതോടുകൂടി നിങ്ങളെ എല്ലാവരും മറക്കും. പ്രളയത്തിൽ ഉറങ്ങുന്ന മനുഷ്യരെ തുടച്ച് പ്രളയം കൊണ്ടുപോകുന്നത് പോലെ മരണം നിങ്ങളെ കൊണ്ടുപോയാൽ നിങ്ങൾ ആർക്കു വേണ്ടി ജീവിതം ചെലവഴിച്ചോ അവരെല്ലാം നിങ്ങളെ മറന്നിട്ട് അവർ വീണ്ടും ലൗകിക സുഖങ്ങൾ തേടി പോകും. അതുകൊണ്ട് പൂക്കൾ ശേഖരിക്കാതെ, ഈ പൂക്കളിലൊന്നും കാര്യമില്ല എന്ന് കരുതി ചിന്തകളെ നിയന്ത്രിച്ച് ഒന്നിനോടും ഒട്ടലില്ലാതെ കഴിയൂ. മോക്ഷം നിശ്ചയം. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. രാധ, ഞാൻ രാധ, കണ്ണനെ മറക്കാൻ
രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ